ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തു. അപ്പോൾ ഞാനൊരു അടിപൊളി ഈസി പൈനാപ്പിൾ വൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസിനൊക്കെ വേഗം തന്നെ, നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വൈനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് മെയിൻ വേണ്ടത് പൈനാപ്പിളാണ്. അപ്പോൾ അതൊരു 800 ഗ്രാംസ്, ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ 800 ഗ്രാംസ് വരും. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ ഒരു 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കിലോ പഞ്ചസാര, കുറച്ച് ഗ്രാമ്പു, ഒരു പീസ് പട്ട, പിന്നെ കുറച്ച് ഏലക്ക. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് നമ്മുടെ ഹോൾ സ്പൈസസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പൈനാപ്പിളും ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു വൈനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കാണാം. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി പിന്നെയും അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഇത് നമ്മൾ ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒരു 25 മിനിറ്റ്സോളം നമ്മൾ തിളപ്പിക്കേണ്ടത്. തിളപ്പിച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് റെഡ്യൂസ് ആവണം. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോൾ നമ്മളിത് ഓഫാക്കി അത് തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം. ഞാനിത് ചെയ്തത് രാത്രിയിലാണ്. അപ്പോൾ ഞാൻ രാത്രി ചെയ്ത് വെച്ചു. എന്നിട്ട് രാവിലെ അത് തണുത്തിട്ട് ആണ് ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, നമുക്ക് കുറച്ച് ഈസ്റ്റാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അല്ല, നിങ്ങളുടെ അടുത്ത് സാധാരണ ഈസ്റ്റാണുള്ളതെങ്കിൽ നമ്മളൊരു ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്തിട്ട് അത് ഒന്ന് ഫെർമെൻ്റ് ആയതിനു ശേഷം നമ്മളത് വൈനിലോട്ട് ആഡ് ചെയ്യും. നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡിയായി. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലോട്ടാണോ ഒഴിച്ച് വയ്ക്കുന്നത്, നമ്മൾ സ്റ്റീൽ പാത്രത്തിലും പ്ലാസ്റ്റിക്കിലൊന്നും വെച്ചിരിക്കാൻ പാടില്ല. നമ്മളൊരു ഗ്ലാസ് ജാറിലോട്ടോ അല്ലെങ്കിൽ ഒരു ഭരണിക്കകത്തോട്ടോ നമുക്ക് ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ ഭരണിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം. അപ്പോൾ വൈനിൽ വേറെ വെള്ളത്തിൻ്റെ അംശം പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈൻ ചീത്തയായി പോകും. സോ എപ്പോഴും നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്പൂണാവട്ടെ തടിയുടെ സ്പൂണാണ് ബെസ്റ്റ്. അത് പിന്നെ വല്ല കറിയിലിട്ട സ്പൂണൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഭരണിക്കകത്താക്കിയതിന് ശേഷം നമ്മളിതൊരു വെള്ളത്തുണി വെച്ച്, നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു വെള്ളത്തുണി, ക്ലീൻ തുണി വെച്ച് നമ്മളിത് ലൂസായിട്ട് കെട്ടുക. ലൂസായിട്ട് കെട്ടിയിട്ട് നമ്മൾ അതിൻ്റെ മൂടി വെച്ച് അടച്ച് വയ്ക്കുക. ഒരുപാട് എയർ ടൈറ്റായിട്ട് നമ്മളിത് വെക്കാൻ പാടില്ല. എന്നിട്ടിത് നമ്മളൊരു 3 ദിവസം അനക്കാതെ ഒരു ഡാർക്ക് കോർണറിൽ വെക്കണം. അപ്പോൾ ഞാൻ അരിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് അരിച്ചതിന് ശേഷം ഞാൻ തിരിച്ചും ഭരണിക്കകത്ത് തന്നെ ആക്കി വെച്ചിരിക്കുന്നത്, അതേ ഭരണിയിൽ തന്നെ. പിന്നെ ഇതിലധികം അടിയൊന്നും കാണില്ല, കാരണം ഇത് നല്ല ക്ലിയർ വൈനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ടീന സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.